Hey guys, welcome back to our channel. So, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ചലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ചലഞ്ച് അല്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. നമ്മൾ 3 പേരും ചെയ്ത് നോക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇളനീർ കുഴമ്പ് ഈ ഒരു സംഭവം. ഇത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മന്ത്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന നല്ലതാ, കണ്ണ് ക്ലിയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഞാനും ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റേതായ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണമെങ്കിൽ ഇനി അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് സീയുടെ കണ്ടുപിടിക്കാനാണ് വിചാരിച്ചേക്കണേ. ഞാൻ കുറെ നാളെ യൂസ് ചെയ്തിട്ട്, ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് കുറെ നാളായി, ഈ അടുത്തൊന്നല്ല ചെയ്തേക്കണം, കുറെ നാള് മുന്നേ ആണ് ചെയ്തത്. അപ്പൊ എന്തായാലും വീണ്ടും ഒരു അവസരം വന്നേക്കണം സാധനം ഞങ്ങൾ ചെയ്തിട്ട് അല്ല കേട്ടോ, കുറെ പേര് ഒഴിക്കണവരൊക്കെ ഉണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മമ്മിയൊക്കെ ഇടയ്ക്ക്, എന്റെ ആന്റിമാരവരൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യും കണ്ണൊക്കെ ക്ലീൻ ചെയ്യാം. പക്ഷെ എന്തെങ്കിലും കരടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യാൻ ട്രൈ ചെയ്യാന്ന് വിചാരിക്കണം. എക്സ്ക്ലൂസീവ് ആദ്യമായിട്ട് ഒഴിക്കുന്നത് എക്സ്ക്ലൂസീവ് ആണ്. ഇതിപ്പോ നമ്മള് വാങ്ങിച്ചേക്കുന്നത് ആയുർവേദ കടകളിലൊക്കെ കിട്ടും. മെഡിക്കൽ സ്റ്റോറിൽ ഞങ്ങൾ ആയുർവേദ കടയിലാണ് ആദ്യം പോയത്, പക്ഷെ അവിടെ സംഭവം ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങി. മെഡിക്കൽ സ്റ്റോറിൽ 20 രൂപയുള്ളൂ ഈ ചെറിയ സാധനത്തിന്. എല്ലാവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ ഉള്ളതൊക്കെ ഡേറ്റിൽ എന്താ പറയുക, ഞങ്ങൾ പോയി വാങ്ങിച്ചു. ഇത്രയും വന്നൊരു കുട്ടി പൊട്ടി, ഇത്രേ ഉള്ളൂ. ഞാൻ അത് ഹോളാക്കി വെച്ചിട്ടുണ്ട്. ചെയ്താലോ? വേറെ പ്രത്യേകിച്ച് ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ല. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എടി അപ്പൊ തന്നെ വിളിക്കണടാ. എടി നീ പേടിയാണ്. എടി ഇതൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞ അത്ര ഒന്നുമില്ല. വെക്കി ഒഴിക്കേ നല്ല നീറ്റണോ? ഇല്ല, ചെറിയ നീറ്റുള്ളൂ. ഒന്നില്ല, അധികം നീറ്റൊന്നുമില്ല. നീ അത് ഒഴുക്കി ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ചെയ്തിട്ട് സി അടങ്ങി ഇരിക്കാത്തോണ്ട് ലിന്നു കൊടുത്തു. ലിന്നാവുമ്പോ പിടിച്ചെടുത്ത് ഒഴിച്ചോളൂ. അലീനക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അവളെ നിർബന്ധം പറഞ്ഞതല്ലേ. ഇല്ല വീട്ടിലില്ല. കണ്ണടച്ചിടിക്കില്ല. ക്യാമറ കണ്ണ് തോക്കി പൊട്ടത്തി. ഞാൻ പോയിട്ട് കൂടില്ല. നോക്കിയത് എവിടെ നോക്കി, ഈ സൈഡില് നോക്കിയേ. കണ്ണിക്ക് ഒഴിച്ചിട്ടില്ല. തുറക്കടി ഇருக்கு അപ്പൊ മാറും. നീ പറഞ്ഞ ഇരിക്കുമ്പോ വേറെ കൂടുന്നു. ശരിക്കും കണ്ണിന്റെ ഉള്ളിലേക്ക് ഒഴിക്കണ്ട. ഇവിടെ ഒഴിക്കണ്ട. ഗൈസ്, ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഇവള് കണ്ണിന്റെ ഇവിടേക്കാണ് ഒഴിച്ചത്. കണ്ണ് തുറന്നിട്ടും കൂടി ഇല്ല, എന്നിട്ടാണ് ഇത്രയും കിട്ടിയിട്ടുണ്ടാവും. ഇവളിങ്ങനെ കാണിച്ചിട്ട് കണ്ടിട്ട് പേടിയാവുന്നില്ല. കണ്ണ് തുറക്കാണ്ട് വെച്ചിട്ട് പുതിയ സാധനം വല്ല വാങ്ങിച്ചിട്ടുണ്ട്. മുളക് പൊടി കളിക്കിട്ട് ഡേറ്റ് തീർന്നുണ്ട്. നോക്കിയടി, പുതിയ 26 സുഖല്ലേ ചെയ്യാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് പറ ചെയ്യാം. ഗൈസ്, അതായത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ. പക്ഷെ കണ്ണ് തുറന്ന് കുറച്ചു നേരം കണ്ണിങ്ങനെ നിങ്ങളിങ്ങനെ വിടർത്തിയില്ലേ,
അപ്പൊ അതിനുള്ളിലേക്ക് ശരിക്കും പോയായിരുന്നു, നല്ല നീറ്റുണ്ടായിരുന്നു. പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോ മാറി. കാരണം ശരിക്കും കണ്ണ് തുറന്നിട്ടൊഴിക്കുന്നതും കണ്ണടച്ചിട്ട് അതിന്റെ ഡയഗോടത്തിന് പോണതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണ് നല്ല പുകച്ചിട്ടുണ്ട്, എരിച്ചിട്ടുണ്ട്. വെരി ഹാപ്പി. മനസ്സിലായില്ലേ ഇത്രയുള്ള സംഭവം? അലീനയാണ് ഗൈസ്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടം. ഒഴിച്ചിട്ട് കണ്ണറ അപ്പുറത്ത് ഞാൻ ശരിയാക്കി തരാം. ഞാൻ തോക്കാൻ നോക്കട്ടെ നിക്ക്. ഇതാണ് മനസ്സിലായ ഇങ്ങനെ കണ്ണു തുറക്കില്ല. എങ്ങനെ ഉണ്ടായില്ല? ഒരു കണ്ണിന് ഒഴിച്ചിട്ടുള്ളൂ ഗൈസ്. അടുത്ത കണ്ണി ഞങ്ങൾ ഒഴിക്കാൻ പോവാണ്. ഇനി ഒഴിക്കണ്ട. നിന്റെ കണ്ണി പോയില്ലേ? നമ്മൾ അവസാനം ഒന്നുകൂടി അല്ലിനയുടെ ഒരു കണ്ണായിട്ടുള്ളൂ. നമ്മൾ അടുത്ത കണ്ണിലേക്ക് ഇനി ഒഴിക്കാൻ പോകും. കണ്ണു തുറക്കാൻ പറ്റുന്ന അല്ലിനക്ക് ആകെ പോയി ഗൈസ്. ബ്യൂട്ടിഫുൾ പീപ്പിൾ. എന്ത് വിഷമാണ് എനിക്ക് ഒഴിച്ചത്. അങ്ങോട്ടല്ല ഫ്രണ്ടിലേക്ക് വരല. എങ്ങനെയുണ്ട് അലീന? നല്ല രസമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒഴിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയും ഇത് ഒഴിച്ച് കഴിയുമ്പോ കണ്ണിന് തളവ് വരുന്നു. പക്ഷെ എനിക്ക് എരിച്ചിലുള്ളൂ. ശരിക്കും ഒഴിക്കുമ്പോ കിട്ടുന്ന കിട്ടണ്ട അലീന. ഇല്ലേ? പക്ഷെ കണ്ണീന്ന് ഫുള്ള് വെള്ളം വന്നോണ്ടിരിക്കല്ലേ. കണ്ണടച്ചോണ്ട് തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇപ്പൊ എന്ത് തോന്നുന്നു? കണ്ണീന്ന് വെള്ളം വന്നോണ്ടിരിക്കുക. ടവലെടുക്കായിരുന്നു നേരത്തെ. പക്ഷെ കണ്ണീന്ന് ഇപ്പൊ എന്ത് തോന്നുന്നു അലീന? എനിക്ക് കണ്ണ് ശരിക്ക് ഇപ്പൊ ഇത് ഓക്കെ. പക്ഷെ ഇത് തുറക്കാൻ പറ്റില്ല. സുഖമുണ്ടോ? സുഖമുണ്ടോന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സുഖമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. നീറ്റിലും എരിച്ചിലും കുറഞ്ഞു. ഈ കണ്ണുപ്പുഴ എരിയുന്നുണ്ട്. അല്ല ഇതിന്റെ കുറഞ്ഞു. പക്ഷെ ഇത് ഉണ്ട്. അതായത് ഈ ഒരു പോയിന്റിലായിട്ട് എനിക്ക് ഇതാവണ കണ്ണുനീരിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. കഴിച്ച് എനിക്ക് ഇത്രയും കണ്ണുനീരുണ്ട്. എനിക്ക് ഇപ്പോഴും കരയാറില്ലേ? എന്നാലും ഒറ്റടിക്ക് ഇത്രയും കണ്ണീര് വരില്ലല്ലോ. അങ്ങനെ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പക്ഷേ കരഞ്ഞ് എനിക്ക് അലീന വിളിച്ചാ മതി. ഇല്ല സി ഒഴിക്കും ഗൈസ്. ഓക്കെ അപ്പൊ ഇത്ര ഉള്ളൂ എന്റെ. ഓക്കെ അപ്പൊ ഗൈസ് ഇനി ലിന്നിന്റെ ആണുള്ളത്. ലിന്നിന് കണ്ണിനൊരു കുരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കളയാം. ഇവരെന്നുണ്ട്. ഞാനിവര് അങ്ങനെ വെച്ചിട്ട് ഉദ്ദേശിച്ച് വിളിച്ചതല്ല. ഇവര് അലീന അവിടെ കണ്ണു കഴുകാൻ പോയി. കണ്ണ് കഴുകൽ തുടക്കിയാണ്. എങ്ങനെയുണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പ്രധാന ബാഗ് കുഴിക്കണം. എനിക്കിത് നീ എവിടേക്ക് ഒഴിക്കണേ? ഗെയിമിന്റെ കറക്റ്റ് നേരത്തിന് രണ്ട് കളി ചോദിച്ചു. അടിപൊളി. ഒന്നും പറയാൻ പറ്റില്ല.
ഉള്ളില് തെറി പറയണ പോലെ പിന്നെ അവരുള്ളിലേക്ക് പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റി ഗൈസ്. എനിക്ക് സഹിക്കാൻ പറ്റണ അത്ര അത് ഇഷ്ടപ്പെട്ടില്ല. ഇത്ര എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൈസ്? സഹിക്കാൻ പറ്റുന്നായിരുന്നു. അമ്മേ ലിന്നിന്റെ കണ്ടോണ്ടിന്റെ എക്സ്പ്രഷൻ വരിക ക്ലാസ്സിക്കില്ല. ശരിക്കും നല്ല എരിയനുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. അതെ, പക്ഷെ കണ്ണ് ക്ലീൻ ആവുന്ന എനിക്ക് പക്ഷെ സഹിക്കാൻ പറ്റുന്നതാ. അങ്ങനെ അത്രയ്ക്ക് വലിയ പറയുമ്പോ അടപ്പിക്കാറുണ്ട്. അപ്പൊ ഗൈസ് ഇപ്പൊ ഒന്നും കൂടെ സീയുടെ കണ്ടിരിക്കും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേരും ശരിക്കും കിട്ടിയിട്ടുള്ളൂ. അവർക്ക് ശരിക്കും കണ്ണിന്റെ ഇവിടേക്ക് കിട്ടി ഞങ്ങക്ക്. അവക്ക് കുറച്ച് ഇങ്ങനെ പോയിരുന്നു. ഫുള്ള് സൈഡിലേക്കും കിട്ടി. എല്ലായിടത്തേക്കും വന്നു ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ തന്നെ ഒഴിക്കണം നമ്മള് പറഞ്ഞിരുന്നത്. ഞാൻ തന്നെ അവക്ക് കൃത്യമായിട്ട് ഉള്ളിലെ കണ്ണിൽ എല്ലായിടത്തും കയ്യില്ലേ പിന്നിലാണ് എന്റെ ശരിക്കും ഇവിടേക്കാണ്. കൂടുതലൊന്നും പറയണ്ട. ഞങ്ങളല്ലേ ഞങ്ങൾക്ക് അറിയാം. പറയണ്ട. പക്ഷെ സഹിക്കണതായോണ്ട് ശരിക്കും ഇല്ല ഗൈസ്. വീഡിയോ കഴിഞ്ഞിട്ടില്ല. വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് സിയക്ക് ഒരു തവണ കൂടി എന്റെ ഒഴിക്കുന്ന നേരത്തെ അവിടെ പറഞ്ഞേ ഞാൻ ഒഴിക്കാം. അത് എന്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് തീർന്നെങ്കിൽ അത് രണ്ട് കഴിഞ്ഞത്. ഇത് ഒരെണ്ണം എടുത്തിട്ട് പിന്നെ അവള് വായി നോക്കി നിക്കണുള്ളു. ഒഴിക്കാണ്ട് വേഗം അടക്കി എന്നിട്ട് അടുത്ത് ഒഴിക്കാം. നമ്മൾ എന്തായാലും ഒരു തവണ കൂടി ശരിക്കും ഒഴിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. എന്റെ എരിവ് മാറി. എനിക്ക് പിന്നെ മുന്നേ ഒഴിച്ച് പരിചയമുള്ളതുകൊണ്ട് ഒരു ഇത് അറിയായിരുന്നത് എങ്ങനെയാ. അതെ, എനിക്ക് ഒഴിച്ച് പരിചയമില്ല. എന്നാലും ആ ഒരു ടൈമിൽ നമുക്ക് കണ്ണുറക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ദിവസം കണ്ണു ചിമ്മി കഴിയുമ്പോൾ പോകും. അങ്ങനെ ഒന്നും ഇണ്ടല്ലേ. കാരണം കുളിക്കാൻ പോകണം കഴിച്ച കണ്ണ് ശരിക്കും തുറക്കട്ടെ അവള്. എന്നിട്ട് അറിയാം അവൾക്ക്. അവൾക്ക് ഇത്ര നേരത്തെ മനസ്സിലായില്ല. നേരത്തെ പറയാം ഇവിടെ ഇങ്ങനെ വന്നു. എനിക്കിപ്പോ ഈ കണ്ണ് ഫുള്ള് ചുറ്റും എല്ലായിടത്തേക്കും അതിൻ്റെ അറിഞ്ഞു. അതെ, എരിവ് പോയി. പക്ഷെ ഈ ഒരു പക്ഷെ നല്ല രസമായിരുന്നു ഒരു സംഭവം. നിങ്ങളെല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പൊ ഈ വീഡിയോ കുറെ ലോങ് ആയപ്പോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തണം. ഇല്ല കഴിഞ്ഞിട്ട് നമ്മള് ലോങ് വീഡിയോ ഷോർട്ട് ആക്കി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇടി ഞാൻ പറയണേ ഒരു കണ്ണൊഴുക്കി. ഒരു കണ്ണ് ഒരു കണ്ണ് മതി. ഏത് കണ്ണില് പോകാത്ത ഈ കണ്ണില് പോകാത്ത ആ കണ്ണില് കണ്ണ് തുറന്നു പിടിച്ചു. നീ തുറന്നു പിടിച്ചു. ഞങ്ങൾ ചെയ്യണില്ല. നീ തുറന്നു പിടിച്ചോ. അറിയണ്ടല്ലേ. അതെ അതെ. സമ്മതിക്കുള്ള ഗൈസ് ഒരു തരത്തിലും അടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഒഴിക്കാം. സ്നേഹമില്ലാത്തവരാ. സ്നേഹം കൂടി പോയിട്ടാണല്ലോ നീ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ണു തുറക്കാൻ. ഇടി ഞാൻ കണ്ണു തുറന്നു ഓർമ്മയില്ലേ? കണ്ണു തുറന്നു പിടിച്ചു. കണ്ണു തുറന്നു പിടിച്ചോട്ട് ചെയ്യാൻ തുറന്നു പിടിക്കി തോറ ഞാൻ പുറത്തിട്ട് സ്പീഡിലാക്കിട്ടോളൂ. നല്ല രസമുണ്ടോ? കണ്ണൂർക്കിടി നീനോട് നേരത്തെ കണ്ണൂർക്കാൻ പറഞ്ഞോളൂ. കണ്ണൂർക്ക് ഇപ്പഴാണ് ശരിക്കും സിയക്ക് കിട്ടിയത്. ഇത് സിയ കുറച്ച് നേരത്തേക്ക് സൈലന്റ് ആയിരിക്കും. സീരിയസ് ആയിട്ടുള്ള കുഴപ്പമില്ല എനിക്ക്. പക്ഷെ അന്ന് മറ്റേ ഒഴുകിടി ഒഴുകിടി ഒഴുകി ടൈമിലുള്ള ഒരു നീറ്റല് കേസ്. അതാണ് ആ നീറ്റൽ. ചില കണ്ണ് ഫുള്ളായിട്ട് ഇപ്പൊ ക്ലിയർ ആയി. ഈ ധ്യാനങ്ങൾക്ക് ബാധകം ഞാൻ വരത്തു. ഞാൻ സ്പീഡിലിട്ടുണ്ടോ കുഴപ്പമില്ല. ചെറുതായിട്ട് ഇച്ചിരി വേന കേട്ടോ. അങ്ങനെ പറയുമ്പോഴാണ് കണ്ണ് അതേ പറഞ്ഞ തുറന്ന് ചിമ്മി ചിമ്മിക്കൊണ്ടിരിക്കുക. അപ്പൊ മാറും. നേരത്തെ തുറക്കത്തല്ലേ പറഞ്ഞോണ്ടിരുന്നത്. കണ്ണടച്ചു പിടിക്കുമ്പോ കുഴപ്പമില്ല. പക്ഷെ തുറക്കുമ്പോ പ്രശ്നം മനസ്സിലായത്. ഞാൻ അവിടെ കാണിച്ചു കൂട്ടി നിന്നിട്ടാണ്. പിന്നെ എനിക്ക് മൊത്തത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയാണ്. എല്ലാത്തിനും പേടിയാണ്. പക്ഷെ ഞാൻ ആ കാര്യം ചെയ്യും. പക്ഷെ ഇങ്ങനെ കുറെ ഓവർ
ഡ്രമാറ്റിക് ആവും. അതാണ് എന്റെ പ്രശ്നം. കണ്ണു തുറക്കാൻ Guys, ഇത്രയ്ക്കുള്ളിൽ പറയുന്നത് വേറെ പ്രത്യേകിച്ചും പറയാനില്ല. കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇതിനേക്കാൾ വലുതാണ് എക്സ്പെക്ട് ചെയ്തത്. കണ്ണു തുറക്കാൻ പറ്റണില്ലാന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, പേടിയണമൊന്നുമില്ല. ഇപ്പൊ ഒരു ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നാലും ഞാനത് ചെയ്യും. പക്ഷെ ഇതുപോലെ കുറച്ച് ഓവർ ഇതൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് വാസ് വെരി നൈസ്. നല്ല രസമുണ്ടാവും ഫ്രണ്ട്സ് ഒക്കെ ചെയ്യാന്നുള്ളത്. ഞങ്ങൾ പണ്ട് കസിൻസ് ഒക്കെ കൂടുമ്പോ ചേട്ടന്മാര് ഇങ്ങനെ പണിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പോരും. എന്നെ വിളിക്കാണ്ട് ഇങ്ങനെ ഞാൻ 23 കൊല്ലം കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. എന്റെ കണ്ണീരാണ്. നമ്മള് വീഡിയോ അവസാനിപ്പിക്കാണ്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. ഇതുപോലത്തെ കൂടുതൽ ചലഞ്ചസിന് വേണ്ടി ഇതുപോലത്തെ കുറെ സാധനങ്ങൾ വരാനുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതെന്തായാലും ഇളനീർക്കോഴിന്റെ ചലഞ്ച്. ഇത് ശരിക്കും പറഞ്ഞ വലിയ വീഡിയോ ആണ്. പക്ഷെ ഇടുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് മാക്സിമം അപ്പൊ നിങ്ങൾക്ക് ഇടാൻ അല്ല നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ബൈ.